Hello friends, welcome back to my channel. ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന സെലക്ഷൻ വരും. ഓൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് ചിക്കൻ റോള് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ എൻ്റെ ഒരു റെസിപ്പി കാണിക്കുകയാണ്. അപ്പോൾ അത് തന്നെ ഞാനിവിടെ ഒരു 3 മീഡിയം സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ആയ ശേഷം അത് നന്നായി വഴന്ന ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒപ്പം ഒരു 8-9 പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ചിക്കൻ സെപ്പറേറ്റ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ അല്പം ഉപ്പും മഞ്ഞളും മുളക് പൊടിയും അല്പം മല്ലിപ്പൊടിയും ഗരം മസാലയും ഒക്കെ കൂടി ഇട്ടിട്ട് ഞാനൊന്ന് വേവിച്ചതാണ്. അത് അതിൻ്റെ എല്ല് കളഞ്ഞിട്ട് ഞാൻ ചെറുതാക്കി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, മല്ലിയില ചെറുതാക്കി അരിഞ്ഞ് ആഡ് ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഇനി നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 2 ക്യാരറ്റ് ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തതാണ്. അങ്ങനെ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ റോളിൻ്റെ ബേസ് ഭാഗം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി 1 കപ്പ് മൈദ, 1 മുട്ട, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. ഒരുപാട് ലൂസാവാൻ പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല. അത് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഫ്രൈ പാനിൽ അതൊന്ന് ചുട്ടെടുക്കുക. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഇനി അത് ആ ചൂടോടുകൂടി തന്നെ ഒരു പ്ലേറ്റിലേക്ക് ആ ചൂടോടുകൂടി തന്നെ നമ്മളിത് റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മസാല ഈ ബേസിൻ്റെ നടുവിലേക്ക് വെച്ച് 2 സൈഡൊന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ബാക്കിയുള്ള 2 ഓപ്പോസിറ്റ് സൈഡൊന്ന് ഒരു ഭാഗത്തു നിന്ന് നമുക്കിതൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്യുമ്പോൾ നല്ലപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് റോൾ ചെയ്യണം, അല്ലെങ്കിൽ ഇത് നമ്മൾ പൊരിക്കുമ്പോൾ പൊട്ടിപ്പോരും. അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി എല്ലാതും നമുക്കിങ്ങനെ റോൾ ചെയ്ത് മാറ്റി വെക്കാം. അതിനിവിടെ എല്ലാതും ഞാൻ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് പൊടിയും എടുക്കാം. പിന്നെ 1 മുട്ട നല്ലപോലെ ഒന്ന് അടിച്ചിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ഓരോന്ന് മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിയിൽ റോൾ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാതും നമുക്കിങ്ങനെ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ റോൾ പൊരിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊരിക്കാനെടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് മിനി സമൂസാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മിനി സമൂസയുടെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്തതായി നമ്മുടെ ചിക്കൻ റോൾ പൊരിച്ചെടുക്കുക. എല്ലാതും പൊരിച്ചെടുക്കുക. 2 സൈഡ് നന്നായി മൊരിയിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കീപ് വാച്ചിങ്. താങ്ക് യു.